ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടുള്ളതൊരു പെർഫ്യൂമാണ് മോണ്ടാൾ. അപ്പോൾ അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് മോണ്ടാൾ പാരീസ് റിസ്ട്രിറ്റോ ഇൻറ്റൻസ് കഫേ എക്സ്ട്രാ ഡേ പെർഫ്യൂം വെർഷൻ. ഇപ്പോൾ ചിലർ മോണ്ടാൽ എന്ന് വിളിക്കുന്നുണ്ട്, മോണ്ടാൽ എന്നും പറയാം. അപ്പോൾ ഞാൻ മോണ്ടാൽ എന്ന് മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ പെർഫ്യൂം 2019 ഇത് ലോഞ്ച് ചെയ്തത്. മോണ്ടാൽ ഒരു നീഷ് ഹൗസാണ്, പെർഫ്യൂംസ് മാത്രമാണ് ഈ ഹൗസുകൾ ഇറക്കുക. ഡിസൈനർ ഹൗസ് എന്ന് പറയുന്നത് പെർഫ്യൂംസ് മാത്രമല്ല, അവരുടെ ഹൗസിൽ നിന്ന് ഫാഷൻ ആക്സസറീസ്, വസ്ത്രങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, മറ്റു പലതും ഫാഷനുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പലതും ഗ്ലാസ്സൊക്കെ അവർ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഷനേൽ, ഡിയോർ, വൈസിലൊക്കെ, ടോം ഫോർഡ്, അതൊക്കെ ഒരു ഡിസൈനർ ഹൗസാണ്. നീഷ് എന്ന് പറയുന്നത് ഒരു പെർഫ്യൂംസ് മാത്രമായിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹൗസാണ് മോണ്ടാൽ. മാനുഫാക്ചറായിട്ടുള്ള അവിടെ സിസ്റ്റർ ഹൗസാണെന്ന് തോന്നുന്നു മോണ്ടാൽ. അപ്പോൾ ഒരു നീഷ് പെർഫ്യൂം, അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബോക്സ് ഇതാണ് വളരെ ഒരു സാധാരണ ഒരു വലിയ ഭംഗിയില്ലാത്ത ബോക്സ്, ഒരു ചീപ്പ് ബോക്സ്, വലിയ കട്ടിയൊന്നുമില്ല. അപ്പോൾ ബോട്ടിൽ ഇതാണ്. സാധാരണ ഒരു ബോട്ടിൽ പ്രത്യേകിച്ച് പറയത്തേക്കൊന്നുമില്ല. ഇവിടെ മോണ്ടാൽ എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ റിസ്ട്രിറ്റോ ഇൻറ്റൻസ് കഫേ എക്സ്ട്രാ ഡേ പെർഫ്യൂം, കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് കൂടിയിട്ടുള്ള ഒരു ജ്യൂസാണ് എക്സ്ട്രേറ്റ് വെർഷൻ 100 ml. താഴെ ഇവിടെ പിറകിലായിട്ട് ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ മോണ്ടാലയുടെ ഒരു ലോഗോ മെറ്റലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ബോട്ടിൽ ഡിസൈൻ എനിക്ക് വലുതായിട്ട് വലിയ താല്പര്യം തോന്നിയില്ല. കാരണം ഒരു അലൂമിനിയം, നമ്മൾ സാധാരണ വാങ്ങുന്ന ഡിസൈനർ പെർഫ്യൂംസിൻ്റെ 100-150 രൂപയ്ക്ക് വാങ്ങുന്ന ആക്സ് അല്ലെങ്കിൽ പാർക്ക് അവന്യൂവിൻ്റെയൊക്കെ പോലെയുള്ള ഒരു അലൂമിനിയം ആണ് കൊടുത്തിട്ടുള്ളത്, ഗ്ലാസ് അല്ല. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഗ്ലാസ് ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു അലൂമിനിയത്തിന് വലിയ കട്ടിയും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ നോട്ട് എന്ന് പറയുന്നത്, മെയിൻ അക്കോർഡ്സ് എന്ന് പറയുന്നത് കോഫി, റോസ്, വാനില, കാരമൽ, വാം സ്പൈസി, പൗഡറി, സ്വീറ്റ്, മസ്കി, ആംബർ, ഫ്ലോറൽ, കുറേയേറെ നോട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രെയർ തരക്കേടില്ല. ഓക്കെ. അപ്പോൾ ടോപ്പ് നോട്ടിൽ വരുന്നത് കോഫി, ടർക്കി, റെഡ് റോസ്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ റോസ്റ്റഡ് കോഫി ബീൻസ്, അവിടെ വീണ്ടും റോസ് വരുന്നുണ്ട്, അത് ഫ്രഞ്ച് റോസ് ആണ്. പിന്നെ വുഡ്സി നോട്ട് വരുന്നുണ്ട്. ബേസ് നോട്ടിൽ വരുമ്പോൾ വാനില, കാരമൽ, വൈറ്റ് മസ്ക്, ആംബർ. ഓപ്പണിങ്ങിൽ ഈ വളരെ പാളിപ്പോകുന്ന ഒരു നോട്ടാണ്. 1-2 നോട്ട് പറയാം. ഒന്ന് ജാസ്മിൻ, പിന്നെ റോസ്, പിന്നെ വെട്ടുവർ, കുറച്ചധികം നോട്ടുകളുണ്ട്. അപ്പോൾ ഈ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുള്ള ഒരു മണമാണ് റോസിൻ്റെ മണം, അല്ലെങ്കിൽ ജാസ്മിൻ്റെയൊക്കെ ഒരു മണം. പെട്ടെന്ന് പാളിപ്പോകും. അത് വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ അതൊരു ഫെമിനിൻ ടൈപ്പായിട്ട് മാറും, ചിലർക്കത് കുത്തലായിട്ട് മാറും. തീരെ കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ തീരെ എന്താ പറയുക, സിന്തറ്റിക് ആയി കഴിഞ്ഞാൽ റോജാ പാക്കിൻ്റെ മണമായിട്ട് മാറും, അല്ലെങ്കിൽ അതിന് പാക്കിൻ്റെ അതുപോലുള്ളൊരു മണമായിട്ട് മാറും, റോസ് വാട്ടറിൻ്റെ ഒക്കെ ഒരു മണമായിട്ട് മാറും. വളരെ നാച്ചുറലായിട്ട് വേണം റോസിൻ്റെ മണം മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇവർ ഇവിടെ ടോപ്പ് നോട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോഫി പ്ലസ് ടർക്കി റെഡ് റോസ്. ഇത് നമ്മൾ സ്മെല്ല് ചെയ്തിട്ടില്ല, ടർക്കി റെഡ് റോസിൻ്റെ മണം നമുക്കറിയില്ല. പക്ഷേ സ്മെല്ല് ചെയ്യുമ്പോൾ അതെ, ഒരു കോഫിയുടെ മണമുണ്ട്. ഒരു ടോപ്പ് നോട്ടിൽ ഒരു കോഫി പ്ലസ് റോസ് കൊള്ളാം. കോഫി എന്ന് പറയുന്നത് ഡാർക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കോഫിയല്ല, മൈൽഡ് ആയിട്ടുള്ള ഒരു കോഫി. നമ്മൾ കട്ടൻ കാപ്പി, അതെ, നല്ലൊരു കട്ടൻ കാപ്പി ഇടുമ്പോൾ അത് സ്മെല്ലില്ല. ചൂടോടെ കട്ടൻ ചായ, പാൽ ചായ അല്ലാതെ കട്ടൻ ചായ, അധികം പഞ്ചസാര ഒന്നും ചേർക്കാതെ ഉള്ള ഒരു കട്ടി കൂടിയ നല്ലപോലെ കോഫി ഇട്ട് തിളപ്പിച്ച ഒരു കട്ടൻ ചായയുടെ ആ ഒരു സ്മോക്കി സ്മെൽ, അതും റോസിൻ്റെ മണവും ചേരുന്നതാണ് ടോപ്പ് നോട്ടിൽ വരുന്ന മണം. പിന്നെ എൻ്റെ മിഡിൽ നോട്ടൊക്കെ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ മിഡിൽ നോട്ടിൽ വരുമ്പോഴും അത് നമുക്ക് ആ ഒരു കോഫിയുടെ മണം നമുക്ക് ഫീൽ ചെയ്യും, ഒപ്പം റോസിൻ്റെ മണം കിട്ടും. ഡ്രൈ ഡൗണിൽ വളരെ നൈസായിട്ടുള്ള ഒരു കാരാമൽ, വാനില, മസ്കി നോട്ടൊക്കെ ചേർന്നിട്ടുള്ള ഒരു മണമായിട്ട് മാറും. അതിൽ ആ ഒരു കാരമലിൻ്റെ ഒരു മണം നമുക്ക് ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്വീറ്റ് ഗുർമോണ്ട് കോഫി, സ്വീറ്റ് റോസി സ്മെൽ, കോഫി സ്വീറ്റ് റോസി, ഇത്രയും കൊടുത്തിരുന്നത്. കോഫി നോട്ടുണ്ട്, റോസിൻ്റെ മണമുണ്ട്. ഡ്രൈ ഡൗണിൽ വരുമ്പോൾ ഒരു വാനിലയുടെ മണം. ഇത് മാത്രം, കൂടുതൽ നിങ്ങൾ ഡെപ്തായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ മണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ആവും. കോഫിയുടെ മണം, റോസിൻ്റെ മണം, ഇത് രണ്ടും സ്മെല്ല് ചെയ്യുമ്പോൾ ഒരുമിച്ച് വലിച്ച് മൂക്കി കയറ്റും എന്ത് മണം വരും, അതാണ് ഇതിൻ്റെ മണം എന്ന് പറയുന്നത്. പിന്നെ ഡ്രൈ ഡൗണിൽ വരുമ്പോൾ ആ ഒരു കോഫിയുടെ മണത്തിനോടൊപ്പം
ഒരു കാരമൽ അല്ലെങ്കിൽ ഒരു മസ്കിൻ്റെ ഒരു ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു മണം, ഒരു വാനില മണം. ഈ പറയുന്ന ബേസ് നോട്ടിലെ 4 മണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ കൂടുതൽ നമുക്ക് കിട്ടുന്നത് ടോപ്പ് നോട്ടിൽ പറഞ്ഞിട്ടുള്ള അതേ നോട്ട് തന്നെ ആവർത്തിച്ച് മിഡിൽ നോട്ടിലും വരുന്നുണ്ട്. അപ്പോൾ ആ നോട്ടുകൾ തന്നെയാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഈ കോഫിയുടെ മണം വരുന്നത് കൊണ്ടും അല്ലെങ്കിൽ പൂക്കളുടെ അല്ലെങ്കിൽ റോസിൻ്റെ മണം വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും YSL ബ്ലാക്ക് ഓപ്പിയം ടൈപ്പ് പ്രതീക്ഷിക്കരുത്. ബ്ലാക്ക് ഓപ്പിയം ടൈപ്പ് അല്ല. ബ്ലാക്ക് ഓപ്പിയം ഒരു വേറൊരു ടൈപ്പ് ആണെങ്കിൽ ഇത് വേറൊരു ടൈപ്പ്. ഇത് കുറച്ചും കൂടി കോഫിയുടെ നോട്ട് അത്ര പെർമനൻ്റ് അല്ല. റോസിൻ്റെ മണമാണ് അല്പം മുന്തി നിൽക്കുന്നത്. എങ്കിലും കോഫിയുടെ മണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റോസിൻ്റെ മണം വളരെ നാച്ചുറൽ ആയിട്ടുള്ള റോസാണ്. ഒട്ടും സിന്തറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ റോസ് വാട്ടറിൻ്റെ മണമായിട്ടോ അല്ലെങ്കിൽ പഴയ റോജാപ്പാക്കിൻ്റെ മണമായിട്ടോ അല്ലെങ്കിൽ റോസിൻ്റെ ഫ്ലേവറുള്ള റോഡ് സൈഡിൽ വിൽക്കുന്ന ഉരുട്ട് സ്പ്രേ പോലെ അല്ലെങ്കിൽ അത്ര പോലുള്ള മണമൊന്നുമല്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള റോസ് ഗാർഡനിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന റോസിൻ്റെ മണം ഒപ്പം ഒരു കോഫിയുടെ മണം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മണമെന്ന് പറയുന്നത്, മെയിൻ മണം. അപ്പോൾ റോസ് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ റോസിൻ്റെ മണവും കോഫിയുടെ മണവും ഇഷ്ടപ്പെടുന്ന ഈ 2 മണങ്ങളോട് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം. നല്ല പെർഫ്യൂമാണ്. ഇതിന് പറ്റിയ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ചെറുതായിട്ട് ഒരു അറബിക് ടൈപ്പ് ആയിട്ട് തോന്നുന്നു. അത് ഓവർ സ്പ്രേ ചെയ്താൽ നമുക്കൊരു അറബിക് ആ ഒരു ശൈലി ഇതിൽ കടന്നു വരുന്നുണ്ട്. ഫ്രഞ്ച് പെർഫ്യൂം ആണെങ്കിൽ കൂടിയും ഒരു അറബിക് ശൈലി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് സ്പ്രേ ചെയ്താൽ മാത്രമാണ് എയറിൽ, അന്തരീക്ഷത്തിൽ നമ്മൾ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ അന്തരീക്ഷത്തിൽ ആ ഒരു മണം ഫീൽ ചെയ്യും. ഒരു അറബിക് ടൈപ്പ് മണമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് പൊതുവെ ആ ഒരു ടൈപ്പ് വലിയ താല്പര്യമില്ല. ഞാൻ അതിൻ്റെ ഒരു ഫാനല്ല. അപ്പോൾ അറബിക് ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ 2 കാറ്റഗറി പെട്ട റോസിൻ്റെ മണവും കോഫിയുടെ മണവും ഒരേ സമയം ഫ്ലോറൽ പ്ലസ് ഗുർമോൺ സംതിങ് സ്വീറ്റ് ആയിട്ടുള്ള മണങ്ങളോട് താല്പര്യമുള്ളവർക്ക് തലവയ്ക്കാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. കാലാവസ്ഥ എന്ന് പറയുന്നത് ഇത് നല്ല തണുപ്പുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യുക. അല്ലാതുള്ള ഒരു കാലാവസ്ഥയിലും ഇത് ദയവ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. ഒരിക്കലും സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്കായിട്ട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള പെർഫ്യൂം രാവിലെയോ ഉച്ചയ്ക്കോ ഉപയോഗിക്കാതിരിക്കുക. വൈകുന്നേരം, രാത്രി അത് ഡിമാൻഡ് ചെയ്യുന്ന കാലാവസ്ഥയിൽ മാത്രം വേണം ഉപയോഗിക്കാൻ. അല്ലാത്ത പക്ഷം ഉപയോഗിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോങ്ജിവിറ്റിയോ പ്രൊജക്ഷനോ ഒന്നും ഉണ്ടാവില്ല. കോംപ്ലിമെൻറ്റും കിട്ടില്ല. അപ്പോൾ ഇതെപ്പോൾ ഉപയോഗിക്കണം? വൈകുന്നേരമോ രാത്രി ഉപയോഗിക്കണം. നല്ല തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്നാർ, ഇടുക്കി, വയനാട് പോലുള്ള അത്യാവശ്യം പകൽ സമയത്തും നല്ല തണുപ്പുണ്ടെങ്കിൽ ഒരു 20 ഡിഗ്രി അല്ലെങ്കിൽ 22 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. നല്ലപോലെ പെർഫോമൻസ് കിട്ടും. ഇതെത്ര സ്പ്രേ അടിക്കണം? ഒരു 7-8 സ്പ്രേ മതിയാവും. അതിനപ്പുറം അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് നല്ല ലോങ്ജിവിറ്റി ഉണ്ട്. നമ്മൾ ഷർട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂറിനപ്പുറം മണം നിൽക്കും. 4-5 മണിക്കൂർ വരെ പ്രൊജക്ഷൻ ഉണ്ടാവും. സിയാഷ് പ്രൊജക്റ്റ് ചെയ്തു വരുന്ന ആ ഒരു മണത്തിൻ്റെ ആ ഒരു ക്ലൗഡ്, ആ ഒരു മണം കൊണ്ടുള്ള ഒരു അന്തരീക്ഷം ഏകദേശം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻ ക്ലൗഡ് രൂപപ്പെടുന്നുണ്ട്. പ്രൊജക്ഷൻ 5 മണിക്കൂറുണ്ട്. വളരെ സ്ട്രോങ് ആണ്. വളരെ ബീസ്റ്റ് മോഡായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ലോങ്ജിവിറ്റിയിൽ കൺസേൺ ആയിട്ടുള്ളവർ, എനിക്ക് പെർഫ്യൂം വാങ്ങിയിട്ട് ലോങ്ജിവിറ്റി ഇല്ല, പ്രൊജക്ഷൻ ഇല്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു പെർഫ്യൂം തലവയ്ക്കാം. ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, ബീസ്റ്റാണ്. ഇത്രയുമാണ് ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കാറ്റഗറിയും എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ 2 കൂട്ടർക്ക് ഉപയോഗിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് പ്രായം അങ്ങനെയൊന്നുമില്ല. ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് പ്രായം കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഒക്കേഷൻ എന്ന് പറയുന്നത് ഏത് പരിപാടിക്ക് യൂസ് ചെയ്യാം. ഇനി കോളേജിലും ഓഫീസിലായിട്ടുള്ള ഒഫീഷ്യൽ പർപ്പസിലൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഓഫീസിൽ അടിച്ചിട്ട് പോകാതിരിക്കുക. കാര്യം ഇത് പകൽ സമയത്ത്, ഉച്ച സമയത്ത് അടിക്കേണ്ട പെർഫ്യൂം അല്ല. പിന്നെ കോളേജിലൊന്നും പോകുന്ന ജോലി സ്ഥാപനങ്ങളിലോ പഠിക്കാൻ പോകുമ്പോഴൊന്നും ഉപയോഗിക്കരുത്. പ്രശ്നമാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അത്തരം സാഹചര്യങ്ങൾ ഉപയോഗിക്കരുത്. ചിലപ്പോൾ അടുത്തിരിക്കുന്നവർക്ക് തലവേദന വരാൻ സാധ്യതയുണ്ട്. ഈ 2 സാഹചര്യങ്ങൾ വർജിക്കുക. പകരം കല്യാണം, പാർട്ടി, ക്ലബിങ്, ഗെറ്റ് ടുഗദർ, ഡിന്നറിന് പോകുമ്പോൾ, സിനിമ കാണാൻ പോകുമ്പോൾ ഒക്കെ ഉപയോഗിക്കാം. കോംപ്ലിമെൻറ്റ് കിട്ടും. കാരണം ഈ മണം നമ്മിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ളൊരു മണമല്ല, പുറത്തേക്ക് പോകുന്ന ടൈപ്പാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഇറക്കി വെച്ചിരിക്കാൻ നോക്കിയാലും ഇത് കയറ് പൊട്ടിച്ച് പോകും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ കോംപ്ലിമെൻറ്റ് കിട്ടുമോ എന്ന് വെച്ചാൽ കോംപ്ലിമെൻറ്റ് കിട്ടുന്ന തരത്തിലുള്ള DNA ആണ്. നിങ്ങൾക്ക് കിട്ടുന്നതും കിട്ടാത്തതും വളരെ സബ്ജക്റ്റീവ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ പെർഫ്യൂമിന് കോംപ്ലിമെൻറ്റ് കിട്ടുന്ന തരത്തിലുള്ള DNA ആണ്. കാരണം ഇത് പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലും നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 9,000 അടുപ്പിച്ചിട്ടാണ് റേറ്റ് വരുന്നത് 100 ml. അപ്പോൾ ഇത് വാങ്ങുന്നതിന് മുമ്പായിട്ട് യാതൊരു കാരണവശാലും ബ്ലൈൻഡായിട്ട് വാങ്ങാൻ പാടില്ല. ഒന്ന് ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ചിലപ്പോൾ തലവേദന ഉള്ളവർക്ക്, ഇപ്പോൾ സൈനസൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ പ്രശ്നമുള്ളവർക്കൊക്കെ
ഈസ്നോഫീലിയ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒന്ന് ട്രൈ ചെയ്യുക, വാങ്ങുക. ഞാനീ പറഞ്ഞ നമ്മുടെ ഈ വേവ് ലെങ്ത് ഉള്ളവർക്ക് ധൈര്യമായിട്ടൊന്ന് വാങ്ങാം. പക്ഷേ എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഇതിൻ്റെ കുറേ പെർഫ്യൂം, അറേബ്യൻ ടോങ്കയൊക്കെ നല്ല പെർഫ്യൂമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ലോകത്തിലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമിലൊന്നാണ് അറേബ്യൻ ടോങ്ക. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതൊന്ന് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. താങ്ക് യു സോ മച്ച്.